വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. നമ്മൾ ഇന്ന് പാവയ്ക്കയും ഉണക്കമീനും കൊണ്ടുള്ള തോരനാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ വെള്ളമൊഴിച്ച് ഈ ഉണക്കമീൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് മൂടി വെച്ച് ഉണക്കമീൻ വേവിച്ചെടുക്കാം. ഞാൻ തെരണ്ടി മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് മുറിച്ച് അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇതിലെ ഉപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. ഉണക്കമീൻ വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പിടി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 7 ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാവയ്ക്കൊക്കെ വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പാവയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഉണക്കമീൻ നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് കടുക് താളിച്ചെടുക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകാൻ വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തോരനിലേക്ക് ഒഴിക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. പാവയ്ക്കയുടെ കയ്പൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.